മോളെ, അപ്പൊ നീ ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുക. അറിയാ അച്ഛാ. അപ്പൊ നമുക്കിനി പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറക്കാം. മോളൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കാൻ പോവാ. അപ്പൊ പകുതി പാല് ചേട്ടനും പകുതി പാല് മോളും കുടിക്കണം. അച്ഛാ കഥ പറഞ്ഞാൽ മതി, ഞങ്ങക്ക് കിടക്കണ്ടേ? എന്നാ ശരി മക്കളെ, നിങ്ങൾ എന്നാ കടന്നോ. അച്ഛാ അപ്പൊ ആ മോനെ ഇരിക്കടാ. ചായ. ആ മോളെ, എടി നമ്മുടെ റൂമിലിരിക്കുന്ന ഒരു ഫോട്ടോ ഇല്ലേ, ചെറുക്കന്റെ ഫോട്ടോ മുകളിൽ, നിന്റെ ഫോട്ടോ താഴെ, അതാരാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഫോട്ടോ എടുത്ത് കളയണമെന്ന്. അയ്യോ, അത് മറന്നു പോയതാ അച്ഛാ. അച്ഛൻ ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അതുകൊണ്ട് പഴയ കാമവുമല്ലോ ആണ്. എനിക്കതൊന്നും പ്രശ്നമല്ല അച്ഛാ. അതൊന്നും അല്ല മക്കളെ, അവൻ മരിച്ചുപോയി, അവൻ ഇനി ഇല്ല. അതാരാ? ഇവളുടെ ചേട്ടൻ വല്ലോ ആണോ? അതിവന്റെ സർജറിക്ക് മുമ്പുള്ള ഫോട്ടോയാ. മോനെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. എന്നാലും മോൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ സർപ്രൈസ് ആയില്ലേ. സർജറിയോ? ഇവളുടെയോ? സർപ്രൈസ് അയച്ചാ. ഞാൻ ഇച്ചിരി നേരം കിടന്നിട്ട് വരട്ടെ. ഞാനും വരട്ടെ ചേട്ടാ. കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. മുണ്ടൊക്കെ താത്തി കൊടുത്തേക്കാം ശിവനേ. ഈ കട്ടിലല്ലായിരുന്നു. അയ്യോ, ഒച്ച കളയത്തില്ല. ചെറുക്കന്റെ കൂടെ ആയിരുന്നു.